ബഥനി മലനിരകൾ ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും. മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും. ബഥനി മലനിരകൾ നല്ലൊരു കഥ പറഞ്ഞു തരും. മധുര സന്ദേശം കലർന്നൊരു മധു പകർന്നു തരും. ബഥനി മലനിരകൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മലങ്കര സഭയുടെ സൂര്യ തേജസ്, മലങ്കര മക്കളുടെ അകമിഴികളിൽ ജ്വലിക്കുന്ന ദീപിക, പ്രത്യാശയുടെ തീജ്വാല, സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രവാചകൻ, വിശുദ്ധിയിലേക്കുള്ള വഴികാട്ടി, ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 73ാമത് ഓർമ്മ തിരുനാളിലേക്ക് നാം നടന്നടുക്കുകയാണ്. പ്രാർത്ഥനയായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ ശക്തി. വിനയമായിരുന്നു ആ ആചാര്യൻ്റെ അലങ്കാരം. സഭൈക്യമായിരുന്നു ആ നവോത്ഥാന നായകൻ്റെ സ്വപ്നം. കോട്ടയം MD സെമിനാരി പ്രിൻസിപ്പൽ, സെറാംപൂർ കോളേജ് പ്രൊഫസർ, ബഥനി ആശ്രമ അധ്യക്ഷൻ, പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശില്പി, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് എന്നീ സ്ഥാനങ്ങളിലൊക്കെ വിജയക്കൊടി പാറിച്ച പകരക്കാരനില്ലാത്ത അമരക്കാരൻ. മലങ്കര മക്കളെ മോക്ഷമാർഗത്തിലേക്ക് വഴിതെളിച്ച വലിയ ഇടയനെ ഇസ്രായേലിൻ്റെ വിമോചകനായ മോശയോട് നമുക്ക് ഉപമിക്കാം. കാലങ്ങളേറെ കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന മഹാരഥൻ, മൺമറഞ്ഞിട്ടും തൻ്റെ പാദമുദ്ര മലങ്കര മണ്ണിൽ ശാശ്വതമായി അവശേഷിപ്പിച്ചവൻ. അത്ഭുതാദരവോട് മാത്രമേ ആ പുണ്യാത്മാവിൻ്റെ ജീവിതത്തെ നമുക്ക് സ്മരിക്കാനാകൂ. വിശുദ്ധരുടെ ജീവിതം ഭൂതകാലത്തിൻ്റെ ഓർമ്മകളല്ല, മറിച്ച് വർത്തമാനകാലത്തിൻ്റെ വഴികാട്ടിയാണ്. സ്നേഹമാണ് യഥാർത്ഥ ശക്തി, ഐക്യമാണ് സഭയുടെ സൗന്ദര്യം, വിശുദ്ധിയാണ് മനുഷ്യജീവിതത്തിൻ്റെ പരിപൂർണത എന്ന് തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ച ഗുരുവരൻ. ആഴമേറിയ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു വന്ധ്യപിതാവ്. നിഷ്ഠയോടെ യാമപ്രാർത്ഥനകളും കുമ്പസാരം, പരിശുദ്ധ കുർബാന, ധ്യാനം, പുസ്തകപാരായണം എന്നിവയാലും ധന്യമായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ ജീവിതം. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അകമഴിഞ്ഞ സ്നേഹം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ചുരുക്കത്തിൽ, പ്രാർത്ഥനയിൽ വേരൂന്നിയ ജീവിതം, ത്യാഗത്തിൽ പുഷ്പിച്ച സഭൈക്യ ദൗത്യം, സ്നേഹത്തിൽ ഫലം കായ്ച്ച ദൈവിക ശുശ്രൂഷ, ഇതായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ ജീവിതം. ആ ധന്യാത്മാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആചരണവേളയിൽ നാം അദ്ദേഹത്തിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കേണ്ട മൂല്യങ്ങൾ ഏറെയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കർത്താവിൻ്റെ ഈ വചനത്തെ അന്വർത്ഥമാക്കുമാർ കാഷായ വസ്ത്രമണിഞ്ഞ് മൺചട്ടിയുമെടുത്ത് മുണ്ടൻ മല കയറിയ സന്യാസി വര്യൻ. ഒരു സന്യാസിയുടെ ജീവിതം ഉപേക്ഷണത്തിൻ്റെ ജീവിതമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ മോക്ഷമാർഗമായി സ്വീകരിച്ച ആചാര്യൻ. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ച് വിശുദ്ധിയുടെ പടവുകൾ ഒന്നൊന്നായി കീഴടക്കിയ ആ പുണ്യാത്മാവ് ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. വഴിയും സത്യവും ജീവനുമായ കർത്താവിനെ പിൻചെല്ലുക. നാം ധ്യാന വിഷയമാക്കേണ്ട മറ്റൊരു സവിശേഷതയാണ് പിതാവിൻ്റെ ഐക്യത്തിനു വേണ്ടിയുള്ള ദാഹം. യേശു തൻ്റെ പീഡാനുഭവത്തിന് മുമ്പ് നടത്തിയ പ്രാർത്ഥനയിൽ പിതാവിനോട് അപേക്ഷിച്ചു, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അങ്ങെനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ജ്വലിക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയവേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് സഭകളുടെ ഐക്യം പടുത്തുയർത്താൻ അഹോരാത്രം പ്രയത്നിച്ച ശില്പി.
കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും ഐക്യം വളർത്തുന്നവരാകണം നാം എന്ന വലിയൊരു ആഹ്വാനമാണ് പിതാവ് തൻ്റെ മാർഗങ്ങളിലൂടെ നമ്മോട് നടത്തുന്നത്. ദൈവസമ്പാദനം ഉത്തമം, എന്നാൽ ദൈവസേവനം അത്യുത്തമം. ഗിരിദീപം എന്ന തൻ്റെ ആത്മകഥയിൽ പിതാവ് പറയുന്നു. താബോർ മലയിൽ ആധ്യാത്മിക പ്രഭയിൽ തുടരാൻ ആഗ്രഹിച്ച ശിഷ്യന്മാരെ ഒരു മലയിറക്കത്തിന് ക്ഷണിച്ച യേശുവിനെ പോലെ മുണ്ടൻ മലയുടെ ആധ്യാത്മിക പ്രഭയിൽ നിന്നും ദൈവസമ്പാദനം നേടിയ ശേഷം ദൈവസേവനത്തിനായി ശുശ്രൂഷയ്ക്കായി ആശ്രമം വിട്ടിറങ്ങിയ താപസൻ. ഫിലിപ്പിയർ 4:13 പറയുന്നത് പോലെ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജീവിതം പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു മലയിറക്കം നടത്തിയ ദീർഘദർശി. മലങ്കര സഭ ഇന്ന് ലോകമെമ്പാടും ശാഖകൾ വിരിച്ച് ഇലചൂടി ഫലമണിഞ്ഞു നിൽക്കുന്ന ഒരു വടവൃക്ഷമായി മാറാൻ കാരണമായത് ധന്യൻ മാർ ഇവാനിയോസ് എന്ന നീതിസൂര്യനിൽ നിന്നും ലഭിച്ച പ്രകാശം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സുഹൃതങ്ങളുടെ നിലാവെളിച്ചത്തിലൂടെ നമുക്കും യാത്ര തുടരാം. സൂര്യതേജസ്സായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ മധ്യസ്ഥ ശക്തിയാൽ നമുക്കും നമ്മുടെ സഭയ്ക്കും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.